നമസ്കാരം. വിലു ബാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. സി എസിൻ്റെ എക്സാം സമയമായി. എക്സിക്യൂട്ടീവ് പ്രൊഫഷണൽ പ്രോഗ്രാം എക്സാം നമ്മൾ കുറച്ച് ദിവസത്തിനകത്ത് എഴുതും. അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു വീഡിയോ, ഒരു എക്സാം ടിപ്സ് എന്ന രീതിയിലാണ്. ആദ്യമായി എൻ്റെ കുട്ടികൾക്കും അതുപോലെ തന്നെ സി എസിൻ്റെ കോഴ്സ് പഠിക്കുന്ന എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ എക്സാമിനിപ്പോൾ നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആദ്യമായിട്ട് അതിന് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി അവോയ്ഡ് ചെയ്യാം. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് റിലവൻ്റ് ആണെന്നും ഇറിലവൻ്റ് ആണെന്നുള്ളൊരു പാറ്റേണിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. പക്ഷേ അതുപോലെ ആയിരിക്കത്തില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വ്യൂ ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി നല്ല പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചാപ്റ്റേഴ്സ്, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റേഴ്സ് നല്ലതിൽ പഠിക്കുകയും അത്ര റിലവൻ്റ് അല്ലാന്ന് പൊതുവേ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ചോദിക്കുന്നത് ആ ചാപ്റ്ററിൻ്റെ അകത്തെങ്കിലും ആ ലെസണിൻ്റെ അകത്തെങ്കിലും കുറച്ച് സെലക്റ്റീവായിട്ട് പഠിച്ചിട്ട് പോവുക. കാരണം സപ്പോസ് അതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം വന്നാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മിനിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇതാണ് ഒന്ന്. രണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗൈഡ് ലൈൻസ് ആൻസേഴ്സ് കിട്ടും നിങ്ങൾക്ക്. ഓൺലൈനുണ്ട്, ഓഫ്ലൈനുണ്ട്. അത് നോക്കി പ്രീവിയസ് ഇയേഴ്സുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയിട്ടുള്ള മോഡൽ ആൻസേഴ്സും ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. കാരണം പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അതേ പാറ്റേണിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു രീതിയുണ്ട്, ആ രീതിയിൽ എഴുതിയാൽ മാത്രമേ കമ്പാരിറ്റീവ്ലി മാർക്ക് കൂടുതൽ കിട്ടത്തുള്ളൂ. ഇത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ടാണ്, എങ്ങനെയാണ് എഴുതേണ്ടത്. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഗൈഡ് ലൈൻസ് ആൻസർ നോക്കുക എന്നുള്ള. ഗൈഡ് ലൈൻസ് ആൻസറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ടുള്ള മോഡൽ ആൻസേഴ്സും പ്രാക്ടീസ് ചെയ്യും. അതേ പാറ്റേണിൽ അതേ രീതിയിലും ഫ്രെയിം വർക്കിലും വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾ ആൻസർ എഴുതാനായിട്ട്. മൂന്ന്, നിങ്ങൾക്കറിയാമല്ലോ സി എസ് ഒരു ലോ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. കമ്പനി ലോ ആയാലും EBCL ആയാലും ജൂറിസ്പ്രുഡൻസ് ആയാലും. അപ്പോൾ അത്തരം പേപ്പേഴ്സ്, ഫൈനൽ ESG ആയാലും DPA ആയാലും CMDD ആയാലും പരമാവധി നിങ്ങൾ റിലവൻ്റ് ആയിട്ടുള്ള സെക്ഷൻ നമ്പേഴ്സും റിലവൻ്റ് ആയിട്ടുള്ള കേസ് ലോസും സെബിയുടെ കേസിലൊക്കെ റെഗുലേഷൻ നമ്പറും LODR റെഗുലേഷൻസിലൊക്കെ റെഗുലേഷൻ നമ്പർ എഴുതാൻ നോക്കുക. അത്തരം കാര്യങ്ങൾ പഠിച്ചിട്ട് പോയി അറ്റ്ലീസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസിനെങ്കിലും സെക്ഷൻ വൈസ് ആൻസർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സെബി LODR റെഗുലേഷൻ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ റെഗുലേഷൻ നമ്പേഴ്സ് കോട്ട് ചെയ്യാം. സെക്രട്ടറി സ്റ്റാൻഡേർഡ്സ് ബന്ധപ്പെട്ടവരാകുമ്പോൾ സെക്രട്ടറി സ്റ്റാൻഡേർഡ് നമ്പർ കോട്ട് ചെയ്യാം. കാരണം അത്തരം കാര്യങ്ങൾ എപ്പോഴും മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യത നമുക്ക് എപ്പോഴും ഒരു ഇൻക്രീസ് സൈഡിലാണ്. പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, പൊതുവേ കുട്ടികൾ ആൻസറിൽ എഴുതുമ്പോൾ പൊതുവേ കിട്ടുന്നൊരു ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ലാംഗ്വേജാണ്. ഈ ലാംഗ്വേജ് ഇപ്പം ഇന്നലെ ഞാൻ ഒരു സെഷൻ എടുക്കാൻ പോയപ്പോഴെല്ലാവരും ചോദിച്ചത് ലാംഗ്വേജ് എങ്ങനെ ഫോർമാറ്റ് ചെയ്യും. അപ്പോൾ അതിന് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്, ഗൈഡ് ലൈൻസ് ആൻസർ നോക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഗൈഡ് ലൈൻസ് ആൻസർ നോക്കിയിട്ട് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വായിച്ചിട്ട് പോവുക. അപ്പോൾ പാരഗ്രാഫ് ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അടുത്ത പാരഗ്രാഫ് എങ്ങനെ തുടങ്ങണം, അതിൽ എസ്പെഷ്യലി കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പെന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ എക്സാം ഹാളിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം വേണം ആൻസർ എഴുതാനായിട്ട്. പലപ്പോഴും കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ ഒരു സൈഡിലോട്ട് പോവും, ആൻസർ വേറെ സൈഡിലോട്ട് പോകും. കണ്ടൻറ്റ് വൈസ് ചിലപ്പോൾ സിമിലർ ആയിരിക്കും, പക്ഷേ ഇത് തമ്മിലൊരു കണക്ഷൻ കാണത്തില്ല. അതുകൊണ്ട് ടേക്ക് ഇറ്റ് ഫ്രം മീ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യന് എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനുള്ള റിലവൻ്റ് ആയിട്ടുള്ള ആൻസറാണ് നിങ്ങൾ എഴുതാൻ. മനസ്സിലായില്ലേ? ഇപ്പോൾ ചാർജ് ക്രിയേഷൻ്റെ ടൈം ലിമിറ്റിനെ കുറിച്ചൊരു ചോദ്യം വന്നാൽ റിലവൻ്റ് ആയിട്ടുള്ള സെക്ഷൻ 77 കോട്ട് ചെയ്തിട്ട് ഒരു എക്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ പേരൊക്കെ ആയിരിക്കും അവിടെ പറഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങളുടെ ആൻസറിലും അതുപോലെ പറയണം, എക്സ് ലിമിറ്റഡ് വിൽ ഹാവ് ടു ഫയൽ ദിസ് ഫോം CSG1 വിത്തിൻ ദിസ് ഡേയ്സ് എന്ന് പറയണം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്ക് തോന്നണം. പലപ്പോഴും പറ്റുന്ന വെച്ചാൽ ആൻസർ ഒരു സൈഡിൽ തിയറി പഠിച്ചിട്ടുള്ളതുകൊണ്ട്, ലോ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതുകയും ക്വസ്റ്റ്യൻ അവിടെ കിടക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് തോന്നുന്ന രീതിയിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ട്സ് നിങ്ങളുടെ ആൻസറിലോട്ട് കൊണ്ടുവരണം. സോ ഇറ്റ് ലുക്സ് ലൈക്ക് എ ആൻസർ ടു ദ റിലവൻറ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ചില കുട്ടികൾ ഈ ക്വസ്റ്റ്യനിൽ അറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ നമ്മൾ പറയും കുറച്ചൊക്കെ അറിഞ്ഞുകൂടാത്ത കാര്യം എന്തായാലും കാണുമല്ലോ, അതിനെ മൊത്തത്തിൽ വിട്ടിട്ട് വരുന്നത്. അങ്ങനെ ചെയ്യരുത്. പരമാവധി 100 മാർക്കിനും 100 മാർക്കിൻ്റെ ആൻസറും നിങ്ങൾ എഴുതണം. അപ്പോൾ അത്രത്തോളം തറവല്ലാത്ത ഒരു ക്വസ്റ്റ്യനാണ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതങ്ങനെ ബ്ലാങ്കറ്റായിട്ട് വിടരുത്. വിട്ട് കഴിഞ്ഞാൽ എക്സാമിനറിന് മാർക്കിടാനുള്ള സ്കോപ്പില്ല. അപ്പോൾ അറിയാവുന്ന വെച്ചിട്ടും നിങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ടും കുറച്ച് റിലവൻ്റ് ആയിട്ടുള്ളതും അതിൻ്റെ അടുത്തോട്ടുള്ള കുറച്ച് ആൻസേഴ്സും കൂടെ എഴുതാൻ ശ്രമിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ, മാനേജർ റെമ്യൂണറേഷൻ ചോദ്യം വന്നു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല,
നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ പോലും എം ഡിയെക്കുറിച്ചും ഹോൾ ടൈം ഡയറക്ടറിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ഒരു എവിടെയെങ്കിലും പഠിച്ച ഓർമ്മയിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് പോവുക. ഫോർ എക്സാമ്പിൾ, ഒരു 4 മാർക്കിന് ചോദ്യത്തിന് നിങ്ങൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ അറ്റ്ലീസ്റ്റ് അര മാർക്കോ 1 മാർക്കോ കിട്ടും. നേരെ മറിച്ച് നിങ്ങളത് അറ്റൻഡേ ചെയ്തില്ലെങ്കിലോ മാർക്ക് ഇടാനുള്ള സ്കോപ്പ് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന 3 മണിക്കൂറും പരമാവധി അത് യൂട്ടിലൈസ് ചെയ്യുകയും ആ 3 മണിക്കൂറും നിങ്ങൾ എന്ത് ചെയ്യണം, 100% ക്വസ്റ്റ്യൻ്റെയും ആൻസർ എഴുതാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു ആൻസർ ഫോർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. മനസ്സിലായില്ലേ? സാറിന് പറയാനുള്ള അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇത് വളരെ സെൻസിറ്റീവ് ആണ്. ഒരു എക്സാമിനർ നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ നിങ്ങളിലോട്ടുള്ള വാതിലെന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ച് പേപ്പേഴ്സാണ് അല്ലേ, പേജസാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആദ്യത്തെ ഇനിഷ്യൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കുറച്ച് നെല്ലിൽ എഴുതുക. ഇപ്പോൾ ഞാനാണൊരു പേപ്പർ തിരുത്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ഇനിഷ്യൽ പേജസ് എന്നാണ്. പിന്നെ അപ്പോഴാണ് നിങ്ങളൊരു റൈറ്റിംഗ് പാറ്റേൺ, നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്ര റിലവൻ്റ് ആണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിഷ്യലായിട്ടുള്ള 1A 1B 1C അതുപോലെ തന്നെ 2A 2BC ഇങ്ങനത്തെ ഇനിഷ്യൽ പേജസിൽ എഴുതുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടിയും കമാൻഡോടുകൂടിയും എഴുതുക. അപ്പോൾ അതെങ്ങനെ ചെയ്യും, ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചതിന് ശേഷം ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വേണം ആദ്യം എഴുതാൻ. മനസ്സിലായില്ലേ? ഇതുപോലെ ആയിരിക്കണം അവസാനത്തെ ക്വസ്റ്റ്യൻസും. കാരണം നിങ്ങൾ പരീക്ഷ എഴുതി അറൗണ്ട് 3 മണിക്കൂറായി, 2.5 മണിക്കൂർ കഴിഞ്ഞോ അല്ലെങ്കിൽ 2.25 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ അവസാനത്തിലോട്ട് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പാനിക്കിലായിരിക്കും. അവിടെ എഴുതുമ്പോൾ തീരെ ഇറിലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആൻസേഴ്സ് എഴുതിയിട്ട് വരരുത്. കാരണം അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ മാറ്റി വെച്ചിട്ട് അതിനെ നമ്മൾ അവസാനം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാകും. ഒരു എക്സാമിനറിന് അറിയാമല്ലോ, സൈക്കോളജിക്കലി അദ്ദേഹം ഇനിഷ്യൽ പേജസ് കുറച്ച് നല്ലതിൽ നോക്കി സ്വാഭാവികമായിട്ട് അവസാനം തിരുത്തി തീരാറാവുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുകയും ചെയ്യും എന്നൊരു സ്റ്റൈലിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനിഷ്യൽ പേജസും അതുപോലെ തന്നെ അവസാനത്തെ കുറച്ച് പേജസും കുറച്ചുകൂടി നല്ലത് എഴുതുക, നല്ല ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുക, കുറച്ച് അറിയാവുന്ന ആൻസേഴ്സ് എഴുതുക, സെക്ഷൻസും കാര്യങ്ങളൊക്കെ പരമാവധി എഴുതിയാൽ കുറച്ചുകൂടി മാർക്ക് കിട്ടാനുള്ള ഇത് കൂടും. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിനെ ഒന്നുകൂടി സമ്മറൈസ് ചെയ്താൽ, പോയിന്റ് നമ്പർ 1, സെലക്റ്റീവ് സ്റ്റഡി അവോയ്ഡ് ചെയ്യുക. 2, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗൈഡ് ലൈൻസ് ആൻസർ എടുത്ത് വെച്ചിട്ട് ആൻസറിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചിട്ട് പോവുക. ആ പാറ്റേണിൽ, ആ ഫ്രെയിം വർക്കിൽ പരീക്ഷയിൽ ആൻസർ എഴുതാൻ ശ്രമിക്കുക. 3, റിലവൻ്റ് ആയിട്ടുള്ള സെക്ഷൻ നമ്പറോ കേസ് നമ്പറോ അതൊക്കെ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി എക്സാമിന് ആൻസർ ഷീറ്റിൽ എഴുതാൻ പഠിക്കുക. 3, ഒരു ക്വസ്റ്റ്യൻ വിട്ടിട്ട് വരരുത്, പരമാവധി എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. സോ ദാറ്റ് എക്സാമിനർ വിൽ ഗെറ്റ് എ ചാൻസ് ടു പുട്ട് മാർക്സ് അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ കുറച്ചുകൂടിയൊക്കെ അവിടെ ആയിട്ട് 1 മാർക്ക് 2 മാർക്ക് ഇല്ലേ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെയാണല്ലോ നമ്മൾ അഗ്രിഗേറ്റിനെ ഇമ്പോർട്ടൻസ് ആയിട്ട് ബാധിക്കുന്നത്. 3-മത്തത് അടുത്ത പോയിന്റ് എന്നുള്ളത് ഇനിഷ്യൽ പേജസ് കുറിച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എഴുതുക, ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എഴുതുക, അതേപോലെ തന്നെ അവസാനവും 2-3 ആൻസേഴ്സ് നല്ല ആൻസേഴ്സ് എഴുതുക. കമ്പാരിറ്റീവ്ലി മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടാണ്. ഇനി പറയാനുള്ളൊരു സൈക്കോളജിക്കൽ ടിപ്പ്. ഇപ്പോൾ ചിലർ പറയും പഠിച്ചിട്ടും എത്രയോ പഠിച്ചു, റിവിഷൻ ചെയ്യുന്നു, ഒന്നും ഓർമ്മ വരുന്നില്ല. സാറേ എന്ത് ചെയ്യും? അത് തോന്നലാണ്. അതൊരു തരം സൈക്കോളജിക്കൽ പ്രഷർ കൊണ്ടുണ്ടാകുന്നതാണ്. ഓർമ്മയൊക്കെ താനേ വരും. എക്സാം ഹാളിൽ പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ എഴുതുമ്പം താനേ അത് വന്നോളും. നമ്മൾ റോബോട്ട്സ് ഒന്നും അല്ലല്ലോ, ഇല്ല എല്ലാം ഇങ്ങനെ ഓർമ്മയിരിക്കാനായിട്ട്. അത് തോന്നലാണ്. മൾട്ടിപ്പിൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമുക്കതിനുണ്ടാകുന്ന ബ്രെയിനിൻ്റെ ചില കെമിക്കൽ റിയാക്ഷനാണ്. നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അതെല്ലാ കുട്ടികൾക്കും, നിങ്ങളല്ല ഞാനല്ല, എല്ലാവരും പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഇതേ ഫീലിംഗ് തന്നെയായിരുന്നു. പക്ഷേ പരീക്ഷയിൽ പേന തുറന്ന് എഴുതി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വന്നോളും. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. പഠിക്കാതെ ചാപ്റ്റേഴ്സ് എൻ്റെ അഭിപ്രായത്തിൽ ഇറലവൻ്റ് ആണെന്ന് തോന്നുന്നു. ഗൈഡ് ലൈൻസ് ആൻസറിൽ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയയും കൂടി നോക്കിയിട്ട് പോവുക. ഞാൻ വീണ്ടും പറയുന്നു, ഒരു ആൻസറിന് നിങ്ങൾ വിട്ടിട്ട് പോയാൽ 1 മാർക്കും കിട്ടത്തില്ല. നേരെ മറിച്ച് എന്തെങ്കിലും കുറച്ച് റിലവൻ്റ് കാര്യം എഴുതിയാൽ 1/2 മാർക്കോ 1 മാർക്കോ കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ 1/2യും 1 ഒക്കെയാണ് നമ്മൾ അഗ്രിഗേറ്റിൽ കൊണ്ടെത്തിക്കുന്നത്, അറിയാലോ അല്ലേ. കോൺഫിഡൻസ് ആണ് കുട്ടികളെ ഈ പരീക്ഷയുടെ എല്ലാ പ്രൊഫഷണൽ എക്സാമിൻ്റെയും CA CS ICMA ഒക്കെ ഒരു ഏറ്റവും വലിയ തമ്പ് റൂൾ. പഠിച്ചത് പരമാവധി പഠിക്കുക. അതാണ് പറഞ്ഞത്, ഡു ദ ബെസ്റ്റ്, ലീവ് ദ റെസ്റ്റ്. ഇനിയിപ്പോൾ അതിലിട്ടൊന്നും ബാക്കിലോട്ട് ചിന്തിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങളെ എക്സാമിനർ കാണുന്നത് ആൻസർ ഷീറ്റ് വഴി മാത്രമാണ്. നിങ്ങൾ എവിടെ പഠിച്ചു, നിങ്ങൾ പഠിച്ചില്ലയോ, നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണോ, നിങ്ങൾ വേറെ കോഴ്സുകൾ ചെയ്യുന്ന ആളാണോ, ഇതൊന്നും എക്സാമിനർ അറിയത്തില്ല അല്ലേ. എക്സാമിനറിന് നിങ്ങളുമായിട്ടുള്ള ഗേറ്റ് വേ എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻസർ ഷീറ്റാണ്. ആ ആൻസർ ഷീറ്റിൽ എന്തുണ്ടോ അതിന് മാർക്ക് കിട്ടും. അപ്പോൾ അതിൽ എത്രത്തോളം ഇമ്പ്രസീവ് ആക്കാം, എത്രത്തോളം എഴുതാം, എത്രത്തോളം നല്ല പോയിൻ്റ് എഴുതാം, എത്രത്തോളം നീറ്റായിട്ട് എഴുതാം,
ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നീറ്റ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കുട്ടികൾ ഒരുപാട് സ്പെല്ലിംഗ് തെറ്റുക വെട്ടിത്തിരുത്തിയൊക്കെ ചെയ്യും. അതൊന്നും പാടില്ല. പ്രൊഫഷണൽ കോഴ്സാണ്. പരമാവധി നീറ്റായിട്ടും മെച്യൂറായിട്ടും പ്രൊഫഷണലായിട്ടും നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് ദിവസമുള്ള എക്സാമിനുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. സെലക്റ്റീവ് സ്റ്റഡി അവോയ്ഡ് ചെയ്യുക. വിടുന്ന ചാപ്റ്റേഴ്സിനൊക്കെ കുറച്ച് ഏരിയയിൽ നോക്കിയിട്ട് പോവുക. ഗൈഡ് ലൈൻസ് ആൻസർ നോക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൻസർ പാറ്റേൺ ഒന്ന് നോക്കിയിട്ട് പോവുക. അതുപോലെ പരമാവധി പരീക്ഷയ്ക്ക് എഴുതാൻ ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യൻ വിട്ടിട്ട് വരരുത്. 100 മാർക്കിനും ആൻസർ എഴുതുക. ഇനിഷ്യൽ പേജസ് കുറിച്ച് നല്ല എഴുതുക, അവസാനത്തെ പേജസും കുറിച്ച് നല്ല എഴുതുക. അങ്ങനെ പിന്നെ ഒരു പോയിന്റ്, ഇപ്പോൾ ചില കുട്ടികൾ പറയുന്ന ഒരു പേപ്പർ എഴുതിയിട്ട് വന്നിട്ട് ജൂറിസ്പ്രുഡൻസ് എഴുതിയിട്ട് വന്നിട്ട് അടുത്ത കമ്പനിയിലോ അല്ല എക്സിക്യൂട്ടീവിൽ, അയ്യോ അത് ശരിയായില്ല, ഇനി നമുക്കിത് പറ്റിയ കാര്യമല്ല. അയ്യോ അതിലൊന്നും കാര്യമില്ല. ഓരോ പരീക്ഷയും ഓരോ രീതിയാണ്. ജൂറിസ്പ്രുഡൻസ് എഴുതിയിട്ട് വന്നു, അത് കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നേരെ കമ്പനി ലോയിൽ റിവിഷനിലോട്ട് പോകുക. അടുത്ത ദിവസം കമ്പനി ലോയാണ്. പിന്നെ കമ്പനി ലോ പഠിക്കുക. അതുപോലെ ESG എഴുതി ഭയങ്കര വോളിയമുള്ളതാണ് CS പ്രൊഫഷണൽ, അതത്ര ശരിയായില്ല, അപ്പോൾ ഇനി DPA എഴുതണോ വേണ്ടേ, അതൊരു കാര്യമില്ല. ആ ജോലി അത് കഴിഞ്ഞു, അത് ക്ലോസ് ചെയ്ത് പിന്നെ ആ ബുക്ക് തുറക്കരുത്, അവിടെ വയ്ക്കുക, DPA പഠിച്ചു തുടങ്ങുക. DPA എഴുതി അയ്യോ ഒരുപാട് ഡ്രാഫ്റ്റിംഗ് വന്നു, ഇനിയൊന്നും ശരിയാവില്ല, മാർക്ക് കിട്ടോ ഇല്ലേ, അതിനെക്കുറിച്ച് ആവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞല്ലോ അല്ലേ. ബേസിക് പ്രിൻസിപ്പിളാണ്. തലേതിനെക്കുറിച്ച് ഓർക്കരുത്, നെക്സ്റ്റിനെ കുറിച്ച് ഓർക്കരുത്, ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം ആലോചിക്കുക അല്ലേ. ബേസിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇപ്പോഴത്തെ പഠിക്കുക, അത് കളയുക, അടുത്ത പേപ്പർ തുടങ്ങുക, CMDD തുടങ്ങുക. അല്ലാതെ എഴുതുമ്പം തന്നെ അഗ്രിഗേറ്റ് കിട്ടുമോ, മാർക്ക് എത്ര കിട്ടും, അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഒരു എക്സാമിനറിൻ്റെ ഫൂട്ടിൽ നിന്ന് ഇതൊക്കെ ചിന്തിച്ച് കൂട്ടുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അന്നുള്ള പരീക്ഷ ആത്മാർത്ഥത്തോടുകൂടിയും പരമാവധി നല്ല രീതിയിൽ മാക്സിമം പഠിച്ച് എന്ന കോൺഫിഡൻസോടുകൂടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ നമ്മൾ പാസ്സായി വരും. നമ്മളെ പ്രാർത്ഥനയൊക്കെ കൂടുതലുണ്ട്. വിലു ബാലകൃഷ്ണൻ സാർ കൂടെയുണ്ട്. സന്തോഷമായിട്ട് ഒരു പാഷനോടുകൂടി, അയ്യോ ബുദ്ധിമുട്ടുകൂടി അയ്യോ എന്ന് പറഞ്ഞ് പഠിക്കരുത്. സന്തോഷത്തോടെ പഠിക്കുക. ഓൾ ഇന്ത്യ ലെവലിലൊരു പ്രൊഫഷണൽ എക്സാമാണ് CS. നമ്മൾ കമ്പനി സെക്രട്ടറി ആവാൻ പോവുകയാണെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുക. ദൈവം കൂടെ ഉണ്ടാവും, ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാവും. ഒരു നിമിഷം പോലും പാഴാക്കാതെ പരമാവധി എത്രത്തോളം എഫേർട്ട് എടുക്കാമോ അത്രത്തോളം എഫേർട്ട് എടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, എന്ത് തന്നെ പ്രിപ്പയർ ചെയ്താലും, ഏതൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്താലും, ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും പരീക്ഷയിൽ നിങ്ങൾ എന്ത് പെർഫോം ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷ ഹാളിലിരുന്ന് എന്തൊക്കെ എഴുതി ഫലിപ്പിക്കാൻ പറ്റും, എത്രത്തോളം ക്വാളിറ്റി ആയിട്ട്, എത്രത്തോളം നീറ്റായിട്ട്, എത്രത്തോളം സെക്ഷൻസ് കോട്ട് ചെയ്ത്, എത്രത്തോളം റിലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എഴുതി ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു ടിപ്പെന്ന് പറയും. അതിനുവേണ്ടി പരമാവധി എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി. ബാക്കി മാർക്ക് താനേ വന്നോളൂ. ദൈവാനുഗ്രഹം ഉണ്ടാവും. എല്ലാവരും സന്തോഷമായിട്ട് പഠിക്കുക, പാഷനോട് പഠിക്കുക. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും ഒരു റെപ്യൂട്ടഡ് ആയിട്ടൊരു കോഴ്സാണ്. ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി പ്രാക്ടീസ് സൈഡിലും എംപ്ലോയ്മെൻറ്റ് സൈഡിലും ഉണ്ട്. ഏറ്റവും ചെറുപ്പപ്രായത്തിൽ തന്നെ ഏറ്റവും കമ്പനിയുടെ ബോർഡ് ലെവലിൽ ഒരു MDയുടെ കൂടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പസ്റ്റ് പോസ്റ്റാണ്. നല്ല ലുക്രേറ്റീവ് ആയിട്ടുള്ളതും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. അത്രത്തോളം ഓൾ ഇന്ത്യ ലെവലിൽ ഒരു എക്സാം എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷറാണ് നമുക്കുള്ളത്. ആ പ്രഷറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പെർഫോം ചെയ്താൽ മതി. പരീക്ഷ പേപ്പറിൽ എഴുതി ഫലിപ്പിക്കുക. ഞാൻ പറഞ്ഞ ടിപ്സ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഫോക്കസ് കൊടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. Do the best, leave the rest. God bless you all. Thank you.